സോ ഹേ ഗൈസ്, സോ നമ്മൾ ഇന്ന് തൊട്ട് നമ്മൾ ഫിസിക്സിന്റെ ടോപ്പിക്സ് എല്ലാം സ്റ്റാർട്ട് ചെയ്യാണ്. സോ ഇന്ന് നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ്. ഓക്കെ, സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബാക്കി ടോപ്പിക്സ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാല് നമുക്ക് പ്ലസ് വണ്ണിൽ പ്ലസ് ടുവിൽ പഠിക്കാനുള്ള മുഴുവൻ ടോപ്പിക്സിന്റെ ഒരു ബ്രീഫ് ആയിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ. നമുക്ക് ചാപ്റ്റേഴ്സ് നമുക്ക് എന്തൊക്കെ പഠിക്കാറുണ്ട്, പിന്നെ അതിന്റെ വെയിറ്റേജ്, ഓരോ ടോപ്പിക്കിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻസ് വീതം ചോദിക്കാറുണ്ട്, അതിന്റെ വെയിറ്റേജ് എന്താണ്, നീറ്റിന് എത്ര ക്വസ്റ്റ്യൻ ചോദിക്കും, ജെയ്ക്ക് എത്ര ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഓക്കെ, അതിനെ പറ്റിയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കാരണം അത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഓരോ ടോപ്പിക്കിൽ നിന്ന് അതിന്റെ വെയിറ്റേജ്, അതിന്റെ ഇമ്പോർട്ടൻസ് അറിഞ്ഞു പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറെ കൂടി പെട്ടെന്ന് നമുക്ക് ടോപ്പിക്ക് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ? സോ നമുക്ക് തുടങ്ങാം. സോ ഫസ്റ്റ് നമുക്ക് എത്ര ചാപ്റ്റേഴ്സ് പഠിക്കാറുണ്ട് അതറിയാം. ഫിസിക്സ് നമുക്ക് പ്ലസ് വൺ പ്ലസ് ടുവിൽ മൊത്തം എത്ര ചാപ്റ്റേഴ്സ് പഠിക്കാറുണ്ട്? നമുക്ക് മൊത്തം 28 ചാപ്റ്റേഴ്സ് പഠിക്കാറുണ്ട് അല്ലെ? മൊത്തം നമുക്ക് 28 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാറുള്ളത്. ഓക്കെ, 28 ചാപ്റ്റർ. ശരിക്കും ആക്ച്വലി 30 ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ ചാപ്റ്റർ ഫിസിക്കൽ വേൾഡ് എടുത്ത് കളഞ്ഞു. പിന്നെ സെക്കൻഡ് ഇയർ ലാസ്റ്റ് ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു, കമ്മ്യൂണിക്കേഷൻ, അതും എടുത്ത് കളഞ്ഞു. സോ നമുക്ക് ഇപ്പൊ 28 ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത്. ഓക്കെ, സോ ഈ 28 ചാപ്റ്റേഴ്സിൽ 14 ചാപ്റ്റേഴ്സ് പ്ലസ് വണ്ണിലും 14 ചാപ്റ്റേഴ്സ് സെക്കൻഡ് ഇയറിലുമാണ് ഉള്ളത്. ഓക്കെ, സോ അതിൽ ഫസ്റ്റ് ചാപ്റ്റർ നമ്മുടെ ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു. ഓക്കെ, അതിലാണ് നമ്മൾ ആക്ച്വലി ഫിസിക്സിന്റെ ഇൻട്രൊഡക്ഷൻ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ ആ ചാപ്റ്റർ ഇല്ല, എന്നാലും നമുക്ക് ഇൻട്രൊഡക്ഷൻ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, സോ വാട്ട് ഈസ് ഫിസിക്സ്? ആദ്യത്തെ ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ഫിസിക്സ്? സോ ഫിസിക്സ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫിസിക്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു ഗ്രീക്ക് വേർഡ്, ഫിസിക്ക എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ് അതിന്റെ ടേം വന്നേക്കുന്നത്. സോ ഫിസിക്ക എന്ന് വെച്ചാൽ നേച്ചർ എന്നാണ്. സോ ഫിസിക്സ് കം ഫ്രം എ ഗ്രീക്ക് വേർഡ് കോൾഡ് ആസ് ഫിസിക്ക. ഫിസിക്ക മീൻസ് നേച്ചർ. അപ്പൊ ഫിസിക്സ് എന്ന് വെച്ചാൽ എന്താണ്? ഫിസിക്സ് എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എ സ്റ്റഡി ഓഫ് നേച്ചർ ആൻഡ് ഇറ്റ്സ് നാച്ചുറൽ ഫിനോമിനൻസ്. അതിന്റെ ലോസിനെ പറ്റി പഠിക്കുന്നതാണ് എന്ത്? ഫിസിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ചിലർ പറയും, സർ അത് ബയോളജി അല്ലേ? സ്റ്റഡി ഓഫ് എന്താണ് നേച്ചർ എന്ന് പറയുന്നത് ബയോളജി അല്ലേ? ചിലർക്ക് സംശയം വരും. ഞാൻ പണ്ട് പ്ലസ് വണ്ണിൽ ആദ്യമായിട്ട് കയറിയപ്പോൾ ഞങ്ങളുടെ സാർ ഇങ്ങനെ പഠിപ്പിച്ചാണ് ഫിസിക്സ് എന്ന് പറയുമ്പോൾ സ്റ്റഡി ഓഫ് നേച്ചർ. അപ്പൊ ഞാൻ ഓർത്തത് ബയോളജി അല്ലേ? ശരിക്കും ബയോളജി സ്റ്റഡി ഓഫ് ലൈഫ് ആൻഡ് ലിവിങ് ഓർഗാനിസംസ് ആണ്. ബയോളജി സ്റ്റഡി ഓഫ് ലൈഫ് ആൻഡ് ലിവിങ് ഓർഗാനിസം. പക്ഷെ ഫിസിക്സ് ഇസ് സ്റ്റഡി ഓഫ് നേച്ചർ ആൻഡ് ഇറ്റ്സ് നാച്ചുറൽ ലോസ് ആൻഡ് ഫിനോമിനൻസ്. പറഞ്ഞ മനസ്സിലായി? അപ്പൊ ഫിസിക്സ് എന്താണ്? നേച്ചറിന്റെ ഫിനോമിനൻസിന് പഠിക്കുന്ന സ്റ്റഡിയാണ് എന്ത്? ഫിസിക്സ് എന്ന് പറയുന്നത്. കാരണം ഫിസിക്സ് നമ്മുടെ നേച്ചറിനകത്ത് എല്ലാം നടക്കുന്ന ഫിനോമിനൻസ് ഓർത്താൽ മതി. ഫോർ എക്സാമ്പിൾ റിഫ്ലക്ഷൻ, റിഫ്രാക്ഷന്, ലൈറ്റിനെ പറ്റി നമ്മൾ പഠിക്കും, മോഷൻസ്, പല പല ടൈപ്പ് മോഷൻസ് നമ്മൾ പഠിക്കും, അല്ലെ കൊളീഷനെ പറ്റി നമ്മൾ പഠിക്കും, അല്ലെ റെയിൻബോ ഫോം ചെയ്യുന്നത്, അല്ലെ മഴ പെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു വോൾക്കാനോ എറപ്റ്റ് ചെയ്യുന്നത്, അല്ലെ? ഇതെല്ലാ സാറും നമ്മൾ ഫിസിക്സ് വെച്ചാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, അല്ലെ? ഫ്രിക്ഷന്, അല്ലെ? പിന്നെ തണ്ടർ ബോൾട്ട്, അല്ലെ? അല്ലെങ്കിൽ ടൈഡ്സ് എങ്ങനെ ഫോം ചെയ്യുന്നത്, വേവ്സ് എങ്ങനെ ഫോം ചെയ്യുന്നത്, ഇതെല്ലാ സാധനം നമ്മൾ ഫിസിക്സ് വെച്ചാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ഫിസിക്സ് ഇസ് ആക്ച്വലി സ്റ്റഡി ഓഫ് നേച്ചർ ആൻഡ് ഇറ്റ്സ് ഫിനോമിനൻസ്. പറഞ്ഞ മനസ്സിലായല്ലോ? സോ അതാണ് നമ്മുടെ ഫിസിക്ക എന്ന് പറയുന്ന ടേമിൽ നിന്നാണ് അത് വന്നേക്കുന്നത്. ഓക്കെ, ഇനി അത്ര ഇമ്പോർട്ടൻസ് ഒന്നുമല്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇനി നമ്മുടെ ഫിസിക്സിലുണ്ടല്ലോ, ഫിസിക്സിൽ മെയിൻ ആയിട്ട് 4 ബ്രാഞ്ചസ് ഉണ്ട്. 4 ബ്രാഞ്ചസ് ഏതൊക്കെയാന്ന് നോക്കിയോ? ഒന്ന് മെക്കാനിക്സ്, പിന്നെ ഇലക്ട്രോ മാഗ്നറ്റിസം, പിന്നെ തെർമോഡൈനാമിക്സ്, പിന്നെ മോഡേൺ ഫിസിക്സ്. അങ്ങനെ 4 ബ്രാഞ്ചാണ്. ശരിക്കും 4 ബ്രാഞ്ച് അല്ല, ശരിക്കും നമുക്ക് ഫിസിക്സിൽ 3 ബ്രാഞ്ചസ് ആണ് ഉള്ളത്. ഒന്ന് ക്ലാസിക്കൽ ഫിസിക്സ്, പിന്നെ ഒന്ന് ക്വാണ്ടം ഫിസിക്സ്, പിന്നെ ഒന്ന് റിലേറ്റിവിറ്റി. അങ്ങനെ നമുക്ക് 3 ടോപ്പിക്സ് ആണ് ഫുൾ ആയിട്ടുള്ളത്. ഫിസിക്സും നമുക്ക് 3 കാറ്റഗറി ആയിട്ട് തിരിക്കാം. ഫസ്റ്റ് വൺ ഏതാ? ക്ലാസിക്കൽ ഫിസിക്സ്. ക്ലാസിക്കൽ ഫിസിക്സ് എന്ന് വെച്ചാൽ ക്ലാസിക്കൽ ഫിസിക്സ് ഏറ്റവും പഴയ ഫിസിക്സ് ആണ്, ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫിസിക്സ് ആണ്, ഏറ്റവും ഫൗണ്ടേഷൻ ഫോം ചെയ്ത പാർട്ടാണ് എന്ത്? ക്ലാസിക്കൽ ഫിസിക്സ് എന്ന് പറയുന്നത്. അതിനകത്ത് ഏതൊക്കെ ടോപ്പിക് വരും? അതിനകത്ത് ഈ മെക്കാനിക്സ് വരും, ഇലക്ട്രോ മാഗ്നറ്റിസം വരും, തെർമോഡൈനാമിക്സ് വരും. അപ്പൊ ആദ്യമേ കണ്ടുപിടിച്ച ഫിസിക്സ്, കണ്ടുപിടിച്ചെന്ന് വെച്ചാൽ ആദ്യമേ പഠിച്ച ഫിസിക്സ്. സോ ആദ്യത്തെ ഏറ്റവും പഴയ ഫിസിക്സ് ആണ് ക്ലാസിക്കൽ ഫിസിക്സ്. അതിൽ ഈ 3 ടോപ്പിക് വരും. ഏതൊക്കെയാ? മെക്കാനിക്സും, ഇലക്ട്രോ മാഗ്നറ്റിസം ആൻഡ് തെർമോഡൈനാമിക്സ്. ക്ലിയർ ആണല്ലോ? പക്ഷെ പിന്നെ നമ്മൾ കുറെ കൂടിയൊക്കെ പഠിച്ച് നമ്മൾ വന്നപ്പോഴത്തേക്കും നമുക്ക് മാറ്ററിനെ പറ്റി, എനർജിയെ പറ്റി നമ്മൾ കുറച്ചുകൂടി നമ്മൾ അതിനെ പറ്റി നമ്മൾ അറിയാൻ നോക്കിയപ്പോൾ നമുക്ക് ഈ ക്ലാസിക്കൽ ഫിസിക്സ് വെച്ച് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാതെ വന്നു. അതായത് മാറ്റർ എന്താണ്? മാറ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആറ്റംസ് ഉണ്ടാവും, ഇലക്ട്രോൺസ് ഉണ്ടാവും, കുറെ പാർട്ടിക്കിൾസ് ഉണ്ട്, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്, അങ്ങനെ ഇഷ്ടംപോലെ പാർട്ടിക്കിൾസ് ഉണ്ട്. പിന്നെ എനർജി എന്ന് പറയുന്നത് എനർജി പാക്കറ്റ് ഓഫ് എനർജി ആണ്, അതിനെ നമ്മൾ ക്വാണ്ടം എന്നൊക്കെ പറയും. ഓക്കെ, അപ്പൊ ഈ തിയറി ഒന്നും നമുക്ക് ക്ലാസിക്കൽ ഫിസിക്സ് വെച്ചിട്ടല്ല കിട്ടിയത്. അപ്പൊ മാറ്ററിന്റെ എനർജിയെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് അങ്ങോട്ട് പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു പുതിയൊരു ഫിസിക്സ് കൂടി വന്നു, പുതിയൊരു ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് കൂടി വന്നു. അതിനാണ് നമ്മൾ ക്വാണ്ടം ഫിസിക്സ് എന്ന് പറയുന്നത്.
അപ്പൊ ക്വാണ്ടം ഫിസിക്സ് വരുന്ന ടോപ്പിക് ആണ് ഇത് മോഡേൺ ഫിസിക്സ് എന്ന് പറയുന്നത്. സോ 3 ടോപ്പിക് ഉണ്ട്. ഫസ്റ്റ് വൺ ക്ലാസിക്കൽ ഫിസിക്സ്, അതിൽ ആദ്യത്തെ 3 ഇതാണ് ബേസിക് ആയിട്ടുള്ള ഫിസിക്സ് എന്ന് പറയുന്നത്. ഫൗണ്ടേഷൻ ഫോം ചെയ്ത ഫിസിക്സ് ഈ ടോപ്പിക് ആണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത ടോപ്പിക് വന്ന് ക്വാണ്ടം ഫിസിക്സ്. ഇത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ കുറെ കൂടി മാറ്ററും എനർജി ആയിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? മാറ്ററിന്റെ ചെറിയ ചെറിയ പാർട്ടികൾ മൈക്രോസ്കോപ്പിക് ലെവലിൽ നമ്മൾ ഫിസിക്സ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അത് ക്വാണ്ടം ഫിസിക്സ് ആണ്. പിന്നെ ഒരു ടോപ്പിക് കൂടിയുണ്ട് റിലേറ്റിവിറ്റി. നമ്മളിത് ടൈമിന്റെ ലാബ്സ് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. നമുക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല. ഓക്കെ. പിന്നെ അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേം എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് ഇസ് ദ ലാംഗ്വേജ് ഓഫ് ഫിസിക്സ്. ഓക്കെ. സോ അത് ഓർത്തോണം. ഫിസിക്സ് ആണ് ആക്ച്വലി ഒരു സബ്ജക്ട്, മാത്സ് അതിന്റെ ലാംഗ്വേജ് ആണ്. ഓക്കെ. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ലാംഗ്വേജ് വേണ്ടേ? ഇപ്പൊ എനിക്കൊരു എക്സ്പ്രഷൻ ഉണ്ട്, ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പൊ എനിക്ക് വേദന എടുക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് ഇപ്പൊ ഞാൻ ഹാപ്പിയാണ്. അപ്പൊ അത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് നമുക്ക് പല പല ലാംഗ്വേജസ് ഉണ്ട് അല്ലെ? ഒന്നെങ്കിൽ നമ്മൾ ഇപ്പൊ കൊച്ചു പിള്ളേരൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേദന എടുക്കുമ്പോൾ കരഞ്ഞു കാണിക്കും, കാരണം അവർക്ക് സംസാരിക്കാൻ അറിയത്തില്ല അല്ലെ? വേറെ ആനിമൽസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തുകൊണ്ട് സൗണ്ട് ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന പല പല ലാംഗ്വേജസ് ഉണ്ട്. സോ അതുപോലെ ഫിസിക്സിലെ ഓരോ ടേംസ് ഒക്കെ നമ്മൾ ഫിസിക്സിൽ കിട്ടുന്ന ഓരോ കണ്ടുപിടുത്തം, ഓരോ ഐഡിയാസ് ഒക്കെ നമ്മൾ മാത്സിന്റെ ലാംഗ്വേജിലാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ മാത്സ് ഇസ് ആക്ച്വലി ദ ലാംഗ്വേജ് ഓഫ് ഫിസിക്സ്. നമ്മൾ ഫിസിക്സും മാത്സും പറയുന്നത് റിലേറ്റഡ് ആണ്. ഓക്കെ. മാത്സ് ഒരു സബ്ജക്ട് അല്ല. മാത്സ് നമ്മൾ സബ്ജക്ട് ആയിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ മാത്സ് ആക്ച്വലി ഒരു ലാംഗ്വേജ് ആണ്. ഓക്കെ. നമ്മുടെ ലാംഗ്വേജ് പഠിക്കുന്ന പോലെ ABCD ഒക്കെ പഠിക്കുന്ന പോലെ നമ്മുടെ മാത്സ് നമ്മുടെ ലാംഗ്വേജ് പോലെയാണ് പഠിക്കുന്നത്. ഓക്കെ. പക്ഷെ ഫിസിക്സ് ആണ് ആക്ച്വലി ഒരു സബ്ജക്ട് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഫിസിക്സിന്റെ എല്ലാ സാധനവും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരു ലാംഗ്വേജ് വേണം. ആ ലാംഗ്വേജ് ആണ് എന്ത്? മാത്തമാറ്റിക്സ്. ക്ലിയർ ആണല്ലോ? ഇത്രയാണ് ഇതിന്റെ ഇൻട്രൊഡക്ഷൻ. ഇനി നമുക്ക് എത്ര ടോപ്പിക്സ് കവർ ചെയ്യാറുണ്ട്? അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് മൊത്തം 28 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ഉള്ളത് അല്ലെ? 28 ചാപ്റ്റർ, 14 ചാപ്റ്റേഴ്സ് ഫസ്റ്റ് ഇയറിലും പിന്നെ 14 ചാപ്റ്റേഴ്സ് സെക്കൻഡ് ഇയറിലും. അപ്പൊ ഈ മുഴുവൻ 28 ചാപ്റ്റേഴ്സിൽ നമ്മൾ 6 കാറ്റഗറി ആയിട്ട് തിരിക്കും. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ 6 കാറ്റഗറി ആയിട്ടാണ് നമ്മൾ 28 ചാപ്റ്റേഴ്സ് തിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഈ ടോപ്പിക്സ് ഏതൊക്കെയാന്ന് നോക്കിയേ. ഫസ്റ്റ് വൺ ഈസ് മെക്കാനിക്സ്, ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ്, SHM and waves, ഇലക്ട്രോമാഗ്നറ്റിസം, ഒപ്റ്റിക്സ് ആൻഡ് മോഡേൺ ഫിസിക്സ്. അപ്പൊ മൊത്തം 28 ചാപ്റ്റേഴ്സിന് നമ്മൾ 6 കാറ്റഗറി ആയിട്ടങ്ങ് തിരിച്ചു. ക്ലിയർ ആണല്ലോ? പിന്നെ ഈ കാറ്റഗറീസ് ആണ് പിന്നെ നിങ്ങൾ എഞ്ചിനീയറിംഗിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ സ്പെഷ്യലൈസ് നിങ്ങളുടെ ബ്രാഞ്ച് ആയിട്ട് മാറുന്നത്. ഓക്കെ. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് ഒക്കെ പറയുന്നില്ല, അത് ആക്ച്വലി ഈ ബ്രാഞ്ച് തന്നെയാണ്. നമ്മൾ ഈ ഓരോ കാറ്റഗറി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ, ബിടെക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ നമ്മൾ അതൊരു ബ്രാഞ്ച് ആയിട്ട് മാറും. ക്ലിയർ ആണല്ലോ? അപ്പൊ ഫസ്റ്റ് ടോപ്പിക് ഏതാ? ഫസ്റ്റ് ടോപ്പിക് മെക്കാനിക്സ്. മെക്കാനിക്സ് നമ്മൾ എന്തൊക്കെ പഠിക്കും? മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ് ഇസ് എ സ്റ്റഡി ഓഫ് മോഷൻ ആണ്. സ്റ്റഡി ഓഫ് മോഷൻ പറയുന്ന പേരാണ് എന്ത്? മെക്കാനിക്സ്. നമ്മൾ പൊസിഷനും ടൈമിന്റെ റിലേഷൻ അല്ലെ? ടൈം മാറുന്നതനുസരിച്ച് പൊസിഷൻ മാറുമ്പോഴാണല്ലോ നമ്മൾ ഇതിന്റെ മോഷൻ എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റഡി ഓഫ് മോഷൻ ആണ് എന്ത്? മെക്കാനിക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അല്ലാതെ നമുക്ക് എത്ര ചാപ്റ്റേഴ്സ് വരും നോക്കിയും? മെക്കാനിക്സ് എന്ന് പറയുമ്പോൾ മെക്കാനിക്സ് നമുക്ക് മൊത്തം ഇത്രയും ചാപ്റ്റേഴ്സ് പഠിക്കാറുണ്ട്. 8 ചാപ്റ്റേഴ്സ് പഠിക്കാറുണ്ട്. അപ്പൊ നമുക്ക് ഈ പറയുന്ന 6 കാറ്റഗറിയിൽ ഏറ്റവും ലെന്തി, ഏറ്റവും കൂടുതൽ ചാപ്റ്റേഴ്സ് വരുന്ന കാറ്റഗറിയാണ് ഇത് മെക്കാനിക്സ്. എന്താണ് മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ? മെക്കാനിക്സ് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് മോഷൻ ആണ് എന്ത്? മെക്കാനിക്സ് പറയുന്നത്. അത് എത്ര ചാപ്റ്റേഴ്സ് വരും? മൊത്തം 8 ചാപ്റ്റേഴ്സ് വരും. ഏതൊക്കെയാന്ന് നോക്കിയാൽ ഫസ്റ്റ് വൺ ഈസ് കൈനമാറ്റിക്സ്. കൈനമാറ്റിക്സ് എന്താണ്? മെക്കാനിക്സ് തന്നെ നമ്മൾ രണ്ടായിട്ട് തിരിക്കും. ഓക്കെ. ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. മെക്കാനിക്സ് പറയുന്ന ടോപ്പിക്ക് നമ്മൾ രണ്ടായിട്ട് തിരിക്കും. ഏതൊക്കെയാ? ഒന്ന് കൈനമാറ്റിക്സും പിന്നെ ഒന്ന് ഡൈനാമിക്സ്. അപ്പൊ മെക്കാനിക്സ് തന്നെ 2 പാർട്ട് ഉണ്ട്. കൈനമാറ്റിക്സ് ഉണ്ട്, ഡൈനാമിക്സ് ഉണ്ട്. കൈനമാറ്റിക്സ് എന്ന് വെച്ചാൽ എന്താ? കൈനമാറ്റിക്സ് എന്ന് പറഞ്ഞാല് നമ്മൾ മോഷന്റെ ഫീച്ചറിനെ പറ്റി പഠിക്കുകയാണ്. മോഷന്റെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ അതിന്റെ ആക്സലറേഷൻ, അതിന്റെ വെലോസിറ്റി, അതിന്റെ ഡിസ്പ്ലേസ്മെന്റ്, അതിന്റെ ഡിസ്റ്റൻസ്, അതിന്റെ സ്പീഡ്, അങ്ങനെ ഓരോ ആ മോഷനെ പറ്റിയിട്ടുള്ള ഫീച്ചർ മാത്രമേ പഠിക്കുന്നുള്ളൂ. പക്ഷെ ആ മോഷൻ എന്തുകൊണ്ടുണ്ടായി അതിന്റെ കോസിനെ പറ്റി നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. ആ ബ്രാഞ്ച് ഓഫ് മെക്കാനിക്സിന് പറയുന്ന പേരാണ് എന്ത്? കൈനമാറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പൊ മെക്കാനിക്സ് നമ്മൾ രണ്ടായിട്ട് തിരിക്കും. ഒന്ന് കൈനമാറ്റിക്സ് പിന്നെ ഒന്ന് ഡൈനാമിക്സ്. അതിന് കൈനമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? കൈനമാറ്റിക്സ് എന്ന് പറഞ്ഞാല് സ്റ്റഡി ഓഫ് മോഷൻ വിതൗട്ട് നോയിങ് ഇറ്റ്സ് കോസ്. നമ്മൾ കോസ് മൈൻഡ് ചെയ്യാം. നമ്മൾ മോഷന്റെ കോസ് എന്താ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. മോഷന്റെ കോസ് എന്താണ്? ഫോഴ്സ് ആണ് അല്ലെ? ഒരു ബോഡിയുടെ പുറത്ത് ഫോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ബോഡി മൂവ് ചെയ്യുള്ളൂ അല്ലെ? അപ്പൊ കോസ് ഓഫ് മോഷൻ ഫോഴ്സ് ആണ്. അപ്പൊ നമ്മൾ ഫോഴ്സിനെ പറ്റി മൈൻഡ് ചെയ്യുന്നില്ല. നമ്മൾ ഫോഴ്സ് മൈൻഡ് ചെയ്യാതെ നമ്മൾ മോഷനെ പറ്റി പഠിക്കുമ്പോൾ ആ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ആണ് എന്ത്? കൈനമാറ്റിക്സ് എന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മൾ എന്താ പഠിക്കുന്നത്? നമ്മൾ പല ടൈപ്പ് മോഷനെ പറ്റി പഠിക്കും. അപ്പൊ കൈനമാറ്റിക്സ് ടോപ്പിക്കില് നമ്മൾ പല ടൈപ്പ് മോഷൻസിനെ പറ്റി പഠിക്കും. ഓക്കെ. സോ കൈനമാറ്റിക്സ്.
പല പല മോഷൻ എന്ന് പറയുമ്പോൾ ഏതൊക്കെ മോഷൻ നമുക്ക് പഠിക്കാറുണ്ട്? നമുക്ക് സ്ട്രേറ്റ് ലൈൻ മോഷൻ അല്ലെങ്കിൽ 1 ഡയമെൻഷൻ മോഷൻ പഠിക്കാറുണ്ട്, നമുക്ക് 2 ഡയമെൻഷൻ മോഷൻ പഠിക്കാറുണ്ട്. 2 ഡയമെൻഷൻ മോഷൻ നമുക്ക് പല ടൈപ്പ് മോഷൻ പഠിക്കാറുണ്ട്. പ്രൊജക്ടൈൽ മോഷൻ നമ്മൾ പഠിക്കും, പിന്നെ സർക്കുലർ യൂണിഫോം സർക്കുലർ മോഷൻ നമ്മൾ പഠിക്കും, നോൺ യൂണിഫോം സർക്കുലർ മോഷൻ പഠിക്കും. അപ്പൊ പല പല മോഷൻസിനെ പറ്റി പഠിക്കും അവിടെ കൈനമാറ്റിക്സിൽ. അപ്പൊ ഏതൊക്കെയാ? 1 ഡയമെൻഷൻ മോഷൻ, 2 ഡയമെൻഷൻ മോഷൻ. 2 ഡയമെൻഷൻ മോഷനിൽ തന്നെ പ്രൊജക്ടൈൽ മോഷൻ ഉണ്ട്, യൂണിഫോം മോഷൻ ഉണ്ട്, നോൺ യൂണിഫോം സർക്കുലർ മോഷൻ ഉണ്ട്. ഓക്കെ, +2 കഴിഞ്ഞവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് റീകളക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ കൈനറ്റിക്സ് കഴിഞ്ഞിട്ട് അടുത്ത ടോപ്പിക്, അടുത്ത ബാക്കിയുള്ള ടോപ്പിക്ക് നമ്മൾ ഡൈനാമിക്സ് എന്നാണ് വിളിക്കാറ്. അപ്പൊ മെക്കാനിക്സ് എന്ന 2 ടോപ്പിക്, കൈനമാറ്റിക്സ് അടുത്തത് ഏതാ? ഡൈനാമിക്സ്. ഡൈനാമിക്സ് എന്ന് വെച്ചാൽ എന്താ? ഡൈനാമിക്സ് എന്ന് പറയുമ്പോൾ സ്റ്റഡി ഓഫ് കോസ് ഓഫ് മോഷൻ. നമ്മൾ മോഷൻ എന്തുകൊണ്ടുണ്ടായതിന് കോസ് പഠിക്കുന്ന ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ആണ് എന്ത്? ഡൈനാമിക്സ്. അതെന്താണ് ആ കോസ്? എന്താ? ഫോഴ്സ് ആണല്ലോ, ഫോഴ്സ് ആണ് നമുക്കറിയാം. അപ്പൊ മോഷന്റെ കോസ് ഫോഴ്സ് ആണ്. അപ്പൊ ഫോഴ്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ബ്രാഞ്ച് ആണ് എന്ത്? ഡൈനാമിക്സ് എന്ന് പറയുന്നത്. അപ്പൊ മെക്കാനിക്സ് ആണ് 2 ടോപ്പിക് ഏതൊക്കെയാ? ഒന്ന് കൈനമാറ്റിക്സ്, അടുത്തത് ഡൈനാമിക്സ്. കൈനമാറ്റിക്സിൽ 1 ഡയമെൻഷൻ മോഷൻ വരും, പിന്നെ 2 ഡയമെൻഷൻ മോഷൻ വരും. ഡൈനാമിക്സ് എന്ന് പറയുമ്പോൾ ഫോഴ്സ്, സ്റ്റഡി ഓഫ് ഫോഴ്സ് ആണ്. അതിൽ നമുക്ക് എത്ര ടോപ്പിക്സ് വരും? ബാക്കി നോക്കിയേ, ബാക്കി ഏതൊക്കെ ടോപ്പിക്സാ? ഒന്ന് ലോസ് ഓഫ് മോഷൻ നമ്മൾ പഠിക്കും, 1 ഓഫ് ദി ഇമ്പോർട്ടന്റ് ചാപ്റ്റർ. വർക്ക് എനർജി പവർ പഠിക്കും. സർക്കുലർ മോഷൻ കൈനമാറ്റിക്സിന്റെ ഒരു ടോപ്പിക് ആണ്, പക്ഷെ നമ്മളത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ റൊട്ടേഷൻ മോഷൻ പഠിക്കുന്നതിന് മുന്നേ നമ്മൾ സർക്കുലർ മോഷൻ പഠിക്കും. കാരണം സർക്കുലർ മോഷനും റൊട്ടേഷൻ മോഷൻ സംവാട്ട് സെയിം ആണ്. അപ്പൊ കൈനമാറ്റിക്സ് പഠിക്കാതെ നമ്മൾ സർക്കുലർ മോഷൻ റൊട്ടേഷന്റെ കൂടെയാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ സർക്കുലർ മോഷൻ നമ്മൾ പഠിക്കും, പിന്നെ റൊട്ടേഷൻ മോഷൻ നമ്മൾ പഠിക്കും. ഒരു ചാപ്റ്റർ ആണ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷൻ മോഷൻ. 1 ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ് റൊട്ടേഷൻ മോഷൻ. ഓക്കെ, 1 ഓഫ് ദ ലെന്തിയസ്റ്റ് ചാപ്റ്റർ കൂടിയാണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സ്, റിയോപ്റ്റിക്സ് പോലെ തന്നെ ലെന്തി ചാപ്റ്റർ ആണ്. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ചാപ്റ്റർ ആണ്. ആവറേജ് എല്ലാ വർഷവും ഒരു ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്, ഒരു നീറ്റിന് എല്ലാ വർഷവും ഒരു 4 ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ചാപ്റ്റർ ആണ് റൊട്ടേഷൻ. ക്ലിയർ ആണല്ലോ? അപ്പൊ ഈ ചാപ്റ്റർ നമ്മൾ എന്താ പഠിക്കുന്നത്? ഈ ചാപ്റ്ററിന്റെ പേര് എന്താ നോക്കിയാൽ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ ആൻഡ് റൊട്ടേഷൻ മോഷൻ. സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സെന്റർ ഓഫ് മാസിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ എന്ന് വെച്ചാൽ സ്റ്റഡി ഓഫ് സെന്റർ ഓഫ് മാസ് ആണ്. നമ്മൾ സെന്റർ ഓഫ് മാസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ആൻഡ് റൊട്ടേഷണൽ മോഷൻ. ചാപ്റ്ററിലെ റൊട്ടേഷൻ മോഷൻ പേരാണെങ്കിലും നമ്മൾ റൊട്ടേഷൻ മോഷൻ മാത്രമല്ല, നമ്മൾ സ്ട്രേറ്റ് ലൈൻ മോഷനും റൊട്ടേഷൻ മോഷനും റോളിംഗ് മോഷനും 3 മോഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ചാപ്റ്ററിന്റെ പേര് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷൻ മോഷൻ. സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ എന്ന് വെച്ചാൽ നമ്മൾ സെന്റർ ഓഫ് മാസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. എന്നിട്ട് റൊട്ടേഷൻ മോഷൻ വരുമ്പോ പേരിന് റൊട്ടേഷൻ മോഷൻ ആണെങ്കിലും നമ്മൾ അവിടെ സ്ട്രേറ്റ് ലൈൻ മോഷനും പഠിക്കും, റൊട്ടേഷൻ മോഷനും പഠിക്കും, റോളിംഗ് മോഷനും പഠിക്കും. അതിൽ റൊട്ടേഷൻ ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് പഠിക്കാനുള്ളത്. അതുകൊണ്ടാണ് ഇതിന്റെ പേര് അങ്ങനെ വന്നേക്കുന്നത്. ഓക്കെ, സോ അതാണ് നമുക്ക് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ റൊട്ടേഷൻ മോഷൻ. അടുത്ത ചാപ്റ്റർ ആണ് ഗ്രാവിറ്റേഷൻ. ഗ്രാവിറ്റേഷൻ ചാപ്റ്ററും ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ്. 2 ക്വസ്റ്റ്യൻ എല്ലാ വർഷം ചോദിക്കാറുണ്ട്. നോക്കി, സോ ഗ്രാവിറ്റേഷൻ ചാപ്റ്റർ നമ്മൾ ആക്ച്വലി ഇലക്ട്രോസ്റ്റാറ്റിക്സിനെ കൂടെ പഠിക്കുന്നത് നല്ലത്. ഓക്കെ, അപ്പൊ ഗ്രാവിറ്റേഷൻ ചാപ്റ്റർ നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ അത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ചാപ്റ്റർ പഠിപ്പിച്ചിട്ട് പഠിപ്പിക്കത്തുള്ളൂ. ക്ലിയർ ആണല്ലോ? കാരണം ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ. ഓക്കെ, സോ നെക്സ്റ്റ് ടോപ്പിക് ആണ് ഗ്രാവിറ്റേഷൻ. ഓക്കെ, ഗ്രാവിറ്റേഷൻ നമ്മൾ ആക്ച്വലി ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് നിങ്ങളെ പഠിപ്പിക്കത്തുള്ളൂ. കാരണം ഗ്രാവിറ്റേഷൻ ആക്ച്വലി നമുക്കറിയാം, ഗ്രാവിറ്റേഷൻ ചാപ്റ്റർ നമ്മൾ ഗ്രാവിറ്റേഷൻ ഫീൽഡ് പഠിക്കും അല്ലെ? ഗ്രാവിറ്റേഷൻ ഫീൽഡ് ഒരു കൺസർവേറ്റീവ് ഫീൽഡാണ്. അതേപോലെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് നമ്മൾ പഠിക്കുന്ന ഫീൽഡ് ഏതാ? ഇലക്ട്രിക് ഫീൽഡ് ആണ് അല്ലെ? ഇലക്ട്രിക് ഫീൽഡും കൺസർവേറ്റീവ് ഫീൽഡ് ആണ്. സോ ഗ്രാവിറ്റേഷൻ ഫീൽഡ് ആണെങ്കിലും ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിലും രണ്ടും കൺസർവേറ്റീവ് ആണ്. അതുകൊണ്ട് 2 ചാപ്റ്റേഴ്സിൽ നമ്മൾ പഠിക്കുന്ന ഇക്വേഷൻസും അതിന്റെ ഗ്രാഫ്, അതിന്റെ കൺസെപ്റ്റ് ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിച്ച് കഴിഞ്ഞിട്ട് ഗ്രാവിറ്റേഷൻ പഠിക്കുന്നതായിരിക്കും ഈസി. അതാകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റും. ഇക്വേഷൻസ്, ഗ്രാഫ്സ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്, കൺസെപ്റ്റ് ഒക്കെ സെയിം ആണ്. ജസ്റ്റ് ചെറിയ എക്സ്ട്രാ ടോപ്പിക് വരുന്നേ ഉള്ളൂ, ബാക്കി ഓൾമോസ്റ്റ് സെയിം ആണ്. ഓക്കെ, സോ ഗ്രാവിറ്റേഷൻ നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സ് കഴിഞ്ഞിട്ട് എടുക്കാം. എന്നിട്ട് ബാക്കി 2 ചാപ്റ്റേഴ്സ് ഏതൊക്കെയാ? മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സും മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സിൽ നമ്മൾ എന്താ പഠിക്കുന്നത്? നമ്മൾ സോളിഡിന്റെ മെക്കാനിക്കൽ പ്രോപ്പർട്ടി ലൈക്ക് യങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ്, ഷിയർ മോഡുലസ്, അതിനെ പറ്റിയൊക്കെയാണ് പഠിക്കുന്നത്. ഓക്കെ, പിന്നെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സിൽ നമ്മൾ ഫ്ലൂയിഡ്സിന്റെ ലോസ് പഠിക്കും അല്ലെ? ലൈക് ഫാസ്കൽസ് ലോ, ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ, ബെർണോളിസ് തിയറം. ഓക്കെ, സോ അങ്ങനത്തെ സ്റ്റെഫാൻസ് ലോ, സോ അങ്ങനത്തെ കുറെ ടോപ്പിക് ഒക്കെയാണ് നമ്മൾ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് നമ്മൾ പഠിക്കുന്നത്. സോ ഇത്രയും ചാപ്റ്റേഴ്സ് ഉണ്ട് കേട്ടോ. മെക്കാനിക്സിലാണ് ഏറ്റവും കൂടുതൽ ചാപ്റ്റേഴ്സ് വരുന്നത്. മൊത്തം 8 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, 1 ഡയമെൻഷൻ തൊട്ട് അവസാനം മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് വരെ. അതിന്റെ വെയിറ്റേജ് നോക്കിയാൽ 28% വെയിറ്റേജ് ആണ്. 28% വെയിറ്റേജ് എന്ന് പറയുമ്പോൾ എത്ര ക്വസ്റ്റ്യൻ വരും? 2, 1, 5,
4 9, 9 5 14. 14 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നീറ്റിൽ നമുക്ക് എത്ര ക്വസ്റ്റ്യൻസ് ഉള്ള ടോട്ടൽ 50 ക്വസ്റ്റ്യൻസ് ആണ്. ആ 50 ക്വസ്റ്റ്യൻസിൽ 14 ക്വസ്റ്റ്യൻ മെക്കാനിക്സിൽ നിന്നായിരുന്നു. ഓക്കെ, സോ വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് ഇത് മെക്കാനിക്സ്. ഓക്കെ, ജെയ്ക്കാണെങ്കിൽ ജെയ് മെയിൻസിനാണെങ്കിൽ 40% ആണ് ഇതിന്റെ വെയിറ്റേജ്. ഓക്കെ, 40%. ജെയ്ക്ക് എത്ര ക്വസ്റ്റ്യൻസ് ചോദിക്കും? ജെയ്ക്ക് ഫിസിക്സിന് 30 ക്വസ്റ്റ്യൻസ് ആണ്. അറിയാലോ, ജെയ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിന് 30 ക്വസ്റ്റ്യൻസ് വിധമാണ്. അതിന് 25 അറ്റൻഡ് ചെയ്താൽ മതി. അതൊക്കെ അറിയാലോ. ഫിസിക്സിൽ നമുക്ക് 30 ക്വസ്റ്റ്യൻസ് വരും, അതിന് 25 അറ്റൻഡ് ചെയ്താൽ മതി. സോ അതിന് 40% ടോപ്പിക് മെക്കാനിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. ഓക്കെ, ജെയ് അഡ്വാൻസിന് നമുക്ക് വെയിറ്റേജ് ഇല്ല. ഓക്കെ, ഇത് ജെയ് മെയിൻസ് എഴുതിയിരിക്കുന്നത് കേട്ടോ. ജെയ് അഡ്വാൻസ് നമുക്ക് വെയിറ്റേജ് അറിയാൻ പറ്റത്തില്ല. ജെയ് അഡ്വാൻസിൽ അങ്ങനെ പ്രത്യേകിച്ച് ഫിക്സ്ഡ് പാറ്റേൺ ഒന്നും ഇല്ല. കാരണം നീറ്റും ജെയ് ഒക്കെ ആരാണ് നടത്തുന്നത്? NTA ആണ് നടത്തുന്നത്. അറിയാലോ, നീറ്റും ജെയിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ NTA ആണ് സെറ്റ് ചെയ്യുന്നത്. പക്ഷെ ജെയ് അഡ്വാൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ IITs തന്നെയാണ് നടത്തുന്നത്. NTAക്ക് അതുമായിട്ട് ബന്ധമില്ല. അപ്പോ അത് ഓരോ വർഷം ഓരോ IIT ആയിരിക്കും. ഇപ്പൊ ഈ വർഷത്തെ ജെയ് അഡ്വാൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ IIT മദ്രാസ് ഉണ്ടാക്കിയ. അടുത്ത വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ IIT കാൺപൂർ ആണെന്ന് തോന്നുന്നു. അപ്പൊ IIT കാൺപൂർ ആണ് അടുത്ത വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന്റെ അടുത്ത വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ IIT റൂർക്കിയാണ്. സോ ഓരോ വർഷം ഓരോ IIT എക്സാം നടത്തുന്നത്. അപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല, അത് ആ IIT ഡിപ്പെൻഡ് ചെയ്യും. അതുകൊണ്ട് പാറ്റേൺ ഫിക്സ്ഡ് അല്ല, ഒന്നും ഫിക്സ്ഡ് അല്ല. ജെയ് അഡ്വാൻസിൽ ഒരു സാധനം ഫിക്സ്ഡ് അല്ല. ടോട്ടൽ മാർക്ക് പോലും ഫിക്സ്ഡ് അല്ല. ഓക്കെ, ചില വർഷം 360 മാർക്കിൽ നിന്നായിരിക്കും, ചിലപ്പോൾ 390 മാർക്കിലായിരിക്കും, ചിലപ്പോൾ 391 ആയിരിക്കും ടോട്ടൽ മാർക്ക്, ചിലപ്പോൾ 400 മാർക്ക് ആയിരിക്കും, ചിലപ്പോൾ 450 ആയിരിക്കും. ഒന്നും ഫിക്സ്ഡ് അല്ല. ഒരു പാറ്റേൺ ഫിക്സ്ഡ് അല്ല, ഒരു വെയിറ്റേജ് ഫിക്സ്ഡ് അല്ല, ടോട്ടൽ മാർക്ക് പോലും ഫിക്സ്ഡ് അല്ല. ക്ലിയർ ആണല്ലോ. അത് ഓരോ IIT ഡിപ്പെൻഡ് ചെയ്യും. IIT മദ്രാസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവര് കൂടുതലും മെക്കാനിക്സിനാണ് വെയിറ്റേജ് കൊടുക്കുന്നത്. അപ്പൊ മെക്കാനിക്സിന്റെ ക്വസ്റ്റ്യൻസ് കുറെ കൂടി കൂടുതലായിരിക്കും. IIT കാൺപൂർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ കൂടുതൽ ഇലക്ട്രോ മാഗ്നറ്റിസത്തിനാണ് വെയിറ്റേജ് കൊടുക്കുന്നത്. അപ്പൊ കൂടുതൽ ക്വസ്റ്റ്യൻസ് ആ ടോപ്പിക് ഇതായിരിക്കും. അപ്പൊ അത് ആ ഒരു IIT ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, സോ നമ്മൾ ജെയ് മെയിൻസിന്റെ വെയിറ്റേജ് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ മെക്കാനിക്സ് കഴിഞ്ഞു. അടുത്ത ടോപ്പിക് ആണ് ഏത്? ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ്. ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് വെച്ചാൽ എന്താ? നമ്മൾ ഹീറ്റും തെർമോഡൈനാമിക്സ്, നമ്മൾ ഹീറ്റിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഹീറ്റ് എന്ന് വെച്ചാൽ നമുക്ക് എന്തൊക്കെയാ പഠിക്കാനുള്ളത്? ഹീറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ 4 ചാപ്റ്റേഴ്സ് വരും. ആദ്യത്തെ 4 ചാപ്റ്റേഴ്സ് ഏതൊക്കെയാ? ഒന്ന് തെർമൽ എക്സ്പാൻഷൻ, പിന്നെ ഒന്ന് തെർമോമെട്രി, പിന്നെ കലോറിമെട്രി, പിന്നെ തെർമൽ ട്രാൻസ്മിഷൻ. ഇത് NCERT ഒറ്റ ചാപ്റ്റർ ആയിട്ടാണ് കിടക്കുന്നത്. തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ നമ്മൾ എൻട്രൻസ് പഠിക്കുമ്പോൾ അത് 4 ചാപ്റ്റർ ആയിട്ട് പഠിക്കും. ഓക്കെ, സോ തെർമൽ എക്സ്പാൻഷൻ നമ്മൾ പഠിക്കും. തെർമൽ എക്സ്പാൻഷൻ എന്ന് വെച്ചാൽ എന്താ? നമുക്കറിയുമ്പോൾ ഒരു സാധനത്തിന് ചൂടാക്കുമ്പോൾ അത് എക്സ്പാൻഡ് ചെയ്യും അല്ലെ? ഒരു ഓൾമോസ്റ്റ് എല്ലാ സാധനവും ചൂടാക്കുമ്പോൾ എക്സ്പാൻഡ് ചെയ്യുവാണ്. ചില എക്സെപ്ഷൻസ് ഉണ്ട്. സോ അതിനെ പറ്റി പഠിക്കും ഇവിടെ തെർമൽ എക്സ്പാൻഷനിൽ. പിന്നെ തെർമോമെട്രി. തെർമോമെട്രി എന്ന് വെച്ചാൽ നമ്മൾ തെർമോമീറ്ററിനെ പറ്റി പഠിക്കും അല്ലെ? ഹീറ്റ് ടെമ്പറേച്ചർ അളക്കുന്ന ഡിവൈസ് ആണ് ഇത് തെർമോമീറ്റർ. അപ്പൊ അതിന്റെ സ്റ്റഡിയാണ് തെർമോമെട്രി. പിന്നെ കലോറിമെട്രി. കലോറിമെട്രി എന്ന് വെച്ചാൽ എന്താ? കലോറിമെട്രി എന്ന് വെച്ചാൽ നമ്മൾ ഡിഫറെന്റ് ടെമ്പറേച്ചർ ഉള്ള സാധനത്തെ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ അതിന്റെ ടോട്ടൽ ടെമ്പറേച്ചർ കണ്ടുപിടിക്കുന്ന ആ ഒരു ബ്രാഞ്ച് ആണ് ഇത് കലോറിമെട്രി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ 30 ഡിഗ്രി സെൽഷ്യസ് വാട്ടറും 60 ഡിഗ്രി സെൽഷ്യസ് വാട്ടർ രണ്ടും കൂടി മിക്സ് ചെയ്യുമല്ലോ, നമ്മൾ ചെയ്യുന്നതല്ലേ. അപ്പൊ 30 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വാട്ടറും 60 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വാട്ടറും കൂടി മിക്സ് ചെയ്ത്, അപ്പൊ ആ മിക്സ് ചെയ്യുന്ന ടെമ്പറേച്ചർ എന്തായിരിക്കും? അപ്പൊ അത് ഹീറ്റ് ലോസ്, ഹീറ്റ് ഗെയിനിന്റെ കൺസെപ്റ്റാണ് വരുന്നത്. അത് നമ്മള് കലോറിമെട്രി നമ്മൾ പഠിക്കും. അടുത്താണ് തെർമൽ ട്രാൻസ്മിഷൻ. തെർമൽ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാല് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന മെത്തേഡ്സ്. അത് ഏതൊക്കെ മെത്തേഡാണ്? നമുക്കറിയാം, ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഒന്നെങ്കിൽ കണ്ടക്ഷൻ ആയിരിക്കും, അല്ലെ കൺവെക്ഷൻ ആയിരിക്കും, അല്ലെ റേഡിയേഷൻ ആയിരിക്കും അല്ലെ? കൊച്ചു ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ +1 നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സോ തെർമൽ ട്രാൻസ്മിഷൻ എന്ന് പറയുമ്പോൾ മൂന്ന് ടോപ്പിക് ഉണ്ട്: കണ്ടക്ഷൻ, കൺവെക്ഷൻ ആൻഡ് റേഡിയേഷൻ. അതാണ് തെർമൽ ട്രാൻസ്മിഷൻ നമ്മൾ പഠിക്കണം. അടുത്ത ടോപ്പിക്കാണ് തെർമോഡൈനാമിക്സ്. തെർമോഡൈനാമിക്സ് എന്ന് വെച്ചാൽ എന്താ? തെർമോഡൈനാമിക്സ് എന്ന് വെച്ചാൽ സ്റ്റഡി ഓഫ് വർക്ക് ആൻഡ് ഹീറ്റ് ആണ്. വർക്ക് ആൻഡ് ഹീറ്റ്, അതായത് ഹീറ്റും വർക്കും രണ്ട് ഡിഫറെന്റ് സാധനമല്ല, ശരിക്കും സെയിം സാധനം തന്നെയാണെന്ന് കുറെ കഴിഞ്ഞിട്ടാണ് മനസ്സിലായത്. അത് ജൂൾ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് തെളിയിച്ചത്. അതായത് ഹീറ്റും വർക്ക് എന്ന് വെച്ചാൽ രണ്ടും ശരിക്കും എനർജിന്റെ ഫോം തന്നെയാണ്, രണ്ടും ഡിഫറെന്റ് അല്ല. വർക്കും എനർജി തന്നെയാണ്, ഹീറ്റും എനർജി തന്നെയാണ്. ഇത് എക്സ്പ്ലെയിൻ ചെയ്തത് ആദ്യമായിട്ട് ആരാ? ജൂൾ ആണ്. ഓക്കെ, സോ ഈ ഇന്റർ കൺവേർഷൻ ഓഫ് ഹീറ്റും വർക്കിനെയും നമ്മൾ പറയുന്ന പേരാണ് എന്ത്? തെർമോഡൈനാമിക്സ്. ക്ലിയർ ആണല്ലോ? അപ്പൊ തെർമോഡൈനാമിക്സ് ആക്ച്വലി സ്റ്റഡി ഓഫ് ഹീറ്റ് ആൻഡ് വർക്ക്. ഹീറ്റും വർക്കിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇന്റർ കൺവേർഷൻ. ഹീറ്റ് നമുക്ക് വർക്കാക്കി മാറ്റാൻ പറ്റും, വർക്കിനെ നമുക്ക് തിരിച്ച് ഹീറ്റ് ആക്കി മാറ്റാൻ പറ്റും. ഓക്കെ, അതാണ് തെർമോഡൈനാമിക്സ് പഠിക്കുന്നത്. ലാസ്റ്റ് ടോപ്പിക് ആണ് നമ്മുടെ
കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. ചെറിയ ടോപ്പിക് ആണ്, നമ്മൾ കെമിസ്ട്രി നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഇത് പഠിച്ചിട്ടുണ്ടാവും, നമുക്ക് ഫിസിക്സിൽ അധികം വരുന്നില്ല. കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് എന്ന് പറയുന്ന ടോപ്പിക്. ഓക്കെ, നമ്മളത് ബോയിൽസ് ലോ, ചാൾസ് ലോ, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ, അതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഇതാണ് ഏത് ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ്. അതിന്റെ വെയിറ്റേജ് നോക്കിയാൽ 6% നീറ്റിലും ജെയിൽ അത് 7% ആണ്. അതിൽ തന്നെ തെർമോഡൈനാമിക്സിന്റെ എല്ലാ വർഷവും ഒരു ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഓക്കെ, സോ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. അടുത്തത് ഏതാ? അപ്പൊ ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് കഴിഞ്ഞു. അടുത്താണ് SHM ആൻഡ് വേവ്സ്. മൂന്നാമത്തെ ടോപ്പിക് ആണ് SHM ആൻഡ് വേവ്സ്. SHM ആൻഡ് വേവ്സിൽ നമ്മൾ പഠിക്കുന്നത് ഓസിലേഷൻ, പല പല ടൈപ്പ് ഓസിലേഷൻസും പല ടൈപ്പ് വേവ്സിനെ പറ്റി നമ്മൾ പഠിക്കും. ഓക്കെ, ഓസിലേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, ഓസിലേഷൻ അല്ലെങ്കിൽ സിമ്പിൾ ഹാർമോണിക് മോഷൻ, അങ്ങനെ ഓസിലേറ്ററി മോഷനും പിന്നെ അതിന് കുറെ ഫീച്ചേഴ്സ് ഉണ്ട്. ഏതൊക്കെ ഫീച്ചേഴ്സാ? ഓസിലേഷൻ ഒരു ആംപ്ലിറ്റ്യൂഡ് ഉണ്ടാവും, അതിനൊരു ടൈം പീരീഡ് ഉണ്ടാവും, അതിനൊരു ഇക്വേഷൻ ഉണ്ടാവും അല്ലെ. സോ അതാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് വെച്ചാൽ എന്താണ്? സോ അതാണ് നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ അല്ലെങ്കിൽ ഓസിലേഷൻ ചാപ്റ്ററിൽ പഠിക്കുന്നത്. വേവ്സിന് നമ്മൾ വേവ്സിന്റെ ഫീച്ചറും പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേവ്സിനെ പറ്റി നമ്മൾ പഠിക്കും. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേവ്സ് എന്ന് വെച്ചാൽ ഏതൊക്കെയാണ്? മെക്കാനിക്കൽ വേവ്സ് ഉണ്ട്, നോൺ മെക്കാനിക്കൽ വേവ്സ് ഉണ്ട്, ട്രാൻസ്വേഴ്സ് വേവ് ഉണ്ട്, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ഉണ്ട്, പ്രോഗ്രസീവ് വേവ് ഉണ്ട്, നോൺ പ്രോഗ്രസീവ് വേവ് ഉണ്ട്, സ്റ്റേഷനറി വേവ് ഉണ്ട്. അങ്ങനെ പല ടൈപ്പ് ഓഫ് വേവ്സും അതിന്റെ ഫീച്ചേഴ്സും. അതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ അതിന്റെ ആംപ്ലിറ്റ്യൂഡ്, അതിന്റെ ടൈം പീരീഡ്, അതിന്റെ വേവ് ലെങ്ത്, അതിന്റെ ഫ്രീക്വൻസി, അതിന്റെ ഇക്വേഷൻസ്, അങ്ങനെ അതിനെ പറ്റിയിട്ടുള്ള സ്റ്റഡിയാണ് നമ്മൾ വേവ്സ് പഠിക്കുന്നത്. ഓക്കെ, അതും ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്, ചെറിയ ടോപ്പിക് ആണ്, പക്ഷെ അത്യാവശ്യം വെയിറ്റേജ് ഉണ്ട്. 4% വെയിറ്റേജ് ഉണ്ട്. SHMൽ എല്ലാ വർഷവും ഒരു ക്വസ്റ്റ്യനും വേവ്സിൽ എല്ലാ വർഷവും ഓരോ ക്വസ്റ്റ്യൻ വെച്ച് ചോദിക്കുന്നതാണ്. ഓക്കെ, ജെയ്ക്ക് ഇച്ചിരി ഇമ്പോർട്ടൻസ് കൂടുതൽ വരും, 6% വെയിറ്റേജ് ആണ്. ഓക്കെ, അപ്പോ വെയിറ്റേജ് കുറവാന്ന് വിചാരിക്കേണ്ട, കാരണം ഇത് 4% വെയിറ്റേജ് ആണെങ്കിലും 2 ചാപ്റ്ററിൽ നിന്നാണ് 4%. ഓക്കെ, അപ്പൊ അത് ഓർത്തോളം. മെക്കാനിക്സിന് 28% ഉണ്ടെങ്കിലും അവിടെ 8 ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ 2 ചാപ്റ്ററിൽ നിന്നാണ് 4% വന്നേക്കുന്നത്. സോ അത് അങ്ങനെ വേണം ഓർക്കാൻ, അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കുറവാന്ന് വിചാരിക്കരുത്. 2 ചാപ്റ്ററിൽ 4% എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻസ് ഉള്ള ടോപ്പിക് ആണ്. ഓക്കെ, അടുത്തത് ഇലക്ട്രോ മാഗ്നറ്റിക്സ്. അപ്പൊ ആദ്യത്തെ 3 ടോപ്പിക് നമ്മുടെ ഫസ്റ്റ് ഇയറിന്റെ ടോപ്പിക്കാണ്. അപ്പൊ ഫസ്റ്റ് ഇയറിന്റെ 14 ചാപ്റ്റേഴ്സ് അത് നമ്മൾ 3ആയിട്ട് തിരിക്കും. ഒന്ന് മെക്കാനിക്സ്, 1 ഡയമെൻഷൻ മോഷൻ തൊട്ട് പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് വരെയുള്ള മൊത്തം ടോപ്പിക് മെക്കാനിക്സ്. നമ്മൾ പല പല മോഷൻസിനെ പറ്റി പഠിക്കും. പിന്നെ അടുത്ത ടോപ്പിക് ഹീറ്റ് തൊട്ട് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് വരെ, അതാണ് ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ്. മൂന്നാമത്തെ ടോപ്പിക് ഓസിലേഷൻ ആൻഡ് വേവ്സ്. ഇത്രയാണ് ഈ 3 ടോപ്പിക് ആണ് ഇത് നമ്മുടെ ഫസ്റ്റ് ഇയർ ഫിസിക്സ് എന്ന് പറയുന്നത്. സെക്കൻഡ് ഇയർ ഫിസിക്സ് ആണ് അടുത്ത 3 ടോപ്പിക്. അതിൽ ഫസ്റ്റ് ആണ് ഇലക്ട്രോ മാഗ്നറ്റിസം. ഇലക്ട്രോ മാഗ്നറ്റിസം എന്ന് വെച്ചാൽ എന്താ? ഇലക്ട്രോ മാഗ്നറ്റിസം എന്ന് വെച്ചാൽ സ്റ്റഡി ഓഫ് ചാർജ് ആണ്. നമ്മൾ ചാർജിനെ പറ്റി പഠിക്കുന്ന ബ്രാഞ്ച് ഓഫ് ഫിസിക്സിനെ പറയുന്ന പേരാണ് എന്ത്? ഇലക്ട്രോ മാഗ്നറ്റിസം. ഓക്കെ, ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന ടോപ്പിക് ഏതാന്ന് വെച്ചാൽ ഇലക്ട്രോ മാഗ്നറ്റിസം ആണ്. ഓക്കെ, എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്? മൊത്തം 7 ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ 7 ചാപ്റ്ററിൽ നിന്ന് 36% വെയിറ്റേജ് ആണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ഉള്ള ടോപ്പിക് ആണ് ഏത്? ഇലക്ട്രോ മാഗ്നറ്റിസം. അപ്പൊ ഇലക്ട്രോ മാഗ്നറ്റിസം എന്താന്ന് പറഞ്ഞു? ഇലക്ട്രോ മാഗ്നറ്റിസം ഇസ് എ സ്റ്റഡി ഓഫ് ചാർജ്. നമ്മൾ ചാർജിനെ പറ്റി പഠിക്കും. ചാർജിനെ പറ്റി എന്തൊക്കെയാണ് പഠിക്കുന്നത്? ഇപ്പൊ ചാർജ് വെറുതെ ഇരിക്കാന്ന് വിചാരിക്കും, ചാർജ് റെസ്റ്റിലാന്ന് വിചാരിക്കും. അപ്പൊ ചാർജ് റെസ്റ്റിലാണെന്ന് മൂവ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഫീൽഡ് നമ്മൾ എന്താ പറയാ? ദാറ്റ് ഫീൽഡ് ഇസ് കോൾഡ് ആസ് ഇലക്ട്രിക് ഫീൽഡ് അല്ലെ, പഠിച്ചിട്ടുണ്ടാവും ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ ചാർജ് വെറുതെ ഇരിക്കുമ്പോൾ അതൊരു ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഫീൽഡാണ് ഇത് ഇലക്ട്രിക് ഫീൽഡ് അല്ലെ. ഇനി ഈ ചാർജ് കോൺസ്റ്റന്റ് സ്പീഡിൽ മൂവ് ചെയ്യാന്ന് വിചാരിക്കും, കോൺസ്റ്റന്റ് വെലോസിറ്റി മൂവ് ചെയ്യാന്ന് വിചാരിക്കും. അപ്പൊ എന്തുണ്ടാവും? അപ്പൊ കറന്റ് ഉണ്ടാവും. അപ്പൊ നമ്മൾ കറന്റ് പഠിക്കും. അപ്പൊ ആദ്യത്തെ ടോപ്പിക് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് നമ്മൾ എന്താ പഠിക്കുന്നത്? ചാർജ് വെറുതെ ഇരിക്കുമ്പോൾ അത് ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഇലക്ട്രിക് ഫീൽഡിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിക്കും. ഇനി ചാർജ് മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ചാർജ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുമ്പോൾ എന്തുണ്ടാവും? കറന്റ് ഉണ്ടാവും. നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് നമ്മുടെ അടുത്ത ചാപ്റ്റർ അതിനെ പറ്റി പഠിക്കും. ദാറ്റ് ഇസ് കറന്റ്, ഇലക്ട്രിസിറ്റി. ഓക്കെ, പിന്നെ ഈ ചാർജ് മൂവ് ചെയ്യുമ്പോൾ, അതായത് കറന്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇത് ഇലക്ട്രിക് ഫീൽഡ് കൂടാതെ ഒരു ഫീൽഡ് കൂടി പ്രൊഡ്യൂസ് ചെയ്യും. ആ ഫീൽഡ് പിന്നീടാണ് മനസ്സിലായത് ഇത് മാഗ്നറ്റിക് ഫീൽഡ് ആണെന്ന്. അപ്പൊ അതാണ് നമ്മൾ അടുത്ത ടോപ്പിക് പഠിക്കുന്നത്, കോൾഡ് ആസ് മാഗ്നറ്റിക് എഫക്ട് ഓഫ് കറന്റ്. അപ്പൊ എന്താ പറഞ്ഞ? സ്റ്റഡി ഓഫ് ചാർജ് ആണ് എന്ത്? ഇലക്ട്രോ മാഗ്നറ്റിസം. അതിൽ ചാർജ് വെറുതെ ഇരിക്കുമ്പോൾ അതിന് എന്തുണ്ട്? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ചാർജ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുമ്പോൾ എന്തായിട്ട് മാറും? അത് കറന്റ് ആയിട്ട് മാറും. അപ്പൊ അത് പുതിയ ഒരു ഫീൽഡ് കൂടി പ്രൊഡ്യൂസ് ചെയ്യും. ഇലക്ട്രിക് ഫീൽഡ് കാണും, അതല്ലാതെ ഒരു ഫീൽഡ് കൂടി പ്രൊഡ്യൂസ് ചെയ്യും. ആ ഫീൽഡാണ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡിനെ പറ്റി നമ്മൾ എവിടെ പഠിക്കും? മാഗ്നറ്റിക് എഫക്ട് ഓഫ് കറന്റിന് പഠിക്കും. അടുത്ത ടോപ്പിക്കാണ് മാഗ്നറ്റിസം ആൻഡ് മാറ്റർ. മാഗ്നറ്റിക് ഫീൽഡ് പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ മാഗ്നറ്റിക്സിനെ പറ്റി പഠിക്കും. മാഗ്നറ്റിക്സിൽ എന്ത് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? മാഗ്നറ്റിക് പോൾ എന്ന് വെച്ചാൽ എന്താണ്? മാഗ്നറ്റിക് മൊമെന്റ് എന്ന് വെച്ചാൽ എന്താണ്? പിന്നെ
പല ടൈപ്പ് ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയൽസിനെ പറ്റി നമ്മൾ പഠിക്കും. പാരാമാഗ്നറ്റിക്, ഡയാമാഗ്നറ്റിക്, ഫെറോ മാഗ്നറ്റിക്, ആന്റി ഫെറോ മാഗ്നറ്റിക്, ഫെറി മാഗ്നറ്റിക്, അങ്ങനെ പല ടൈപ്പ് ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയലും മാഗ്നറ്റിക് പ്രോപ്പർട്ടിയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. മാഗ്നറ്റിസം ആൻഡ് മാറ്റർ. ക്ലിയർ ആണല്ലോ. അടുത്ത ടോപ്പിക്കാണ് EMI. EMI എന്ന് വെച്ചാൽ എന്താ? EMI എന്ന് വെച്ചാൽ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് വെച്ചിട്ട്, നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. നമ്മൾ ആദ്യം എന്താ പഠിച്ചു? നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് പഠിച്ചു, പിന്നെ കറണ്ട് പഠിച്ചു, മാഗ്നറ്റിക് ഫീൽഡ് പഠിച്ചു, മാഗ്നറ്റ് പഠിച്ചു. ഇനി നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ഉപയോഗിച്ചുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുക. ഇലക്ട്രിക് ഫീൽഡ് എന്ന് വെച്ചാൽ കറണ്ട് തന്നെ. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് കറണ്ട് ഉണ്ടാക്കാൻ പറ്റും. അതാണ് നമ്മൾ EMIയിലും AC-യിലും കൂടി പഠിക്കുന്നത്. AC എന്ന് വെച്ചാൽ EMIന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. നമ്മൾ അത് കുറച്ചുകൂടി കമേഴ്ഷ്യൽ ലെവലിലേക്ക് വരുമ്പോൾ അത് AC എന്ന് പറയുന്നത്. സോ EMI AC നമ്മൾ എന്താ പഠിക്കുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും? ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ EMIയും AC-യും പഠിക്കുന്നത്. എന്നിട്ട് അടുത്ത ടോപ്പിക്കാണ് EM വേവ്സ്. EM വേവ്സ് എന്ന് വെച്ചാൽ എന്താ? ഇതേ ചാർജ് ഇപ്പൊ ആക്സലറേറ്റ് ചെയ്യുവാന്ന് വിചാരിക്കും. ചാർജ് വെറുതെ ഇരിക്കുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് മാത്രം, ചാർജ് ഓടി നടക്കുമ്പോൾ അത് ഇലക്ട്രിക് ഫീൽഡും ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. പക്ഷെ കോൺസ്റ്റന്റ് സ്പീഡിലായിരിക്കണം, കോൺസ്റ്റന്റ് വെലോസിറ്റിയിലായിരിക്കണം. അതേ സമയത്ത് ചാർജ് മൂവ് ചെയ്യുമ്പോൾ അതിന് ആക്സലറേഷൻ ഉണ്ടെങ്കിൽ പിന്നെ ആ ചാർജ് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യും, ഒരു പ്രത്യേക തരം വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ആ വേവ്സ് ആണ് ഏത് വേവ്സ്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്നത്. കാര്യം മനസ്സിലായല്ലോ. അപ്പൊ ചാർജിനെ പറ്റിയാണ് നമ്മൾ ഈ ടോപ്പിക്ക് പഠിക്കുന്നത്. ചാർജ് വെറുതെ ഇരിക്കുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ്, ഓടി നടക്കുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് പ്ലസ് മാഗ്നറ്റിക് ഫീൽഡ് ആക്സലറേറ്റ് ചെയ്താല് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. 36% വെയിറ്റേജ് ഉണ്ട്. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് വരുന്ന ടോപ്പിക്കാണ്. പിന്നെ 33 JEE. ഓക്കെ, ഇത്രയും ടോപ്പിക്സ് ഉണ്ട്. അത് കഴിഞ്ഞു. അടുത്ത ടോപ്പിക്കാണ് ഒപ്റ്റിക്സ്. ഒപ്റ്റിക്സ്, വാട്ട് ഈസ് ഒപ്റ്റിക്സ്? ഒപ്റ്റിക്സ് എന്ന് വെച്ചാൽ സ്റ്റഡി ഓഫ് ലൈറ്റ് ആണ് ഒപ്റ്റിക്സ്. നമ്മൾ ലൈറ്റിനെ പറ്റി പഠിക്കുന്ന ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ആണ് എന്ത്? ഒപ്റ്റിക്സ്. ഓക്കെ, ഇനി ഇതിൽ തന്നെ നമുക്ക് 2 ടോപ്പിക്സ് ഉണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. റേ ഒപ്റ്റിക്സും പിന്നെ ഒന്ന് വേവ് ഒപ്റ്റിക്സും. റേ ഒപ്റ്റിക്സും ഉണ്ട്, വേവ് ഒപ്റ്റിക്സും ഉണ്ട്. റേ ഒപ്റ്റിക്സ് എന്ന് വെച്ചാൽ എന്താ? റേ ഒപ്റ്റിക്സ് നമ്മൾ ലൈറ്റിന്റെ മാക്രോസ്കോപ്പിക് ഫിനോമിനൻസ് ആണ് പഠിക്കുന്നത്. എന്താണ് മാക്രോസ്കോപ്പിക് ഫിനോമിനൻസ്? റേ ഒപ്റ്റിക്സ് നമ്മൾ മാക്രോസ്കോപ്പിക് ഫിനോമിനൻ ഓഫ് ലൈറ്റ് ആണ് പഠിക്കുന്നത്. മാക്രോസ്കോപ്പിക് എന്ന് വെച്ചാല് നമുക്ക് നേക്കഡ് ഐസ് കൊണ്ട് കാണാൻ പറ്റുന്ന ഫിനോമിനൻസ്. ഫോർ എക്സാമ്പിൾ റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, ടോട്ടൽ ഇന്റർണൽ റിഫ്ലക്ഷൻ, ഇതൊക്കെ നമുക്ക് നേക്കഡ് ഐസ് കൊണ്ട് കാണാൻ പറ്റുന്ന സംഭവമാണ്. നമുക്ക് അതിന് മൈക്രോസ്കോപ്പോ ടെലസ്കോപ്പിന്റെ ഒന്നും ആവശ്യമില്ല. ക്ലിയർ ആണല്ലോ. അപ്പൊ നമുക്ക് ഒരു ഡിവൈസിന്റെ ആവശ്യമില്ല. നമ്മൾ നേക്കഡ് ഐസ് കൊണ്ട് കാണാൻ പറ്റുന്ന ലൈറ്റിന്റെ ഫിനോമിനെ നമ്മൾ പഠിക്കുന്ന ബ്രാഞ്ച് ആണ് ഏത്? റേ ഒപ്റ്റിക്സ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ലൈറ്റിനെ നമ്മൾ റേ ആയിട്ട് അസ്യൂം ചെയ്യും. ക്ലിയർ ആണല്ലോ. അത് നമ്മൾ എന്തൊക്കെ പഠിക്കും? റിഫ്ലക്ഷൻ പഠിക്കും, റിഫ്രാക്ഷൻ പഠിക്കും, ടോട്ടൽ ഇന്റർണൽ റിഫ്ലക്ഷൻ പഠിക്കും, പിന്നെ കുറെ നമ്മൾ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ പഠിക്കും, ടെലസ്കോപ്പ്, മൈക്രോസ്കോപ്പ്. ഓക്കെ, അടുത്താണ് വേവ് ഒപ്റ്റിക്സ്. വേവ് ഒപ്റ്റിക്സ് എന്ന് വെച്ചാൽ എന്താ? വേവ് ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞാല് നമ്മൾ ലൈറ്റിന്റെ മൈക്രോസ്കോപ്പിക് ഫിനോമിനൻസ് ഒക്കെ പഠിക്കും. മൈക്രോസ്കോപ്പിക് ഫിനോമിനൻസ്. മൈക്രോസ്കോപ്പിക് ഫിനോമിനൻസ് എന്തായിരിക്കും? നമുക്ക് നേക്കഡ് ഐസ് കൊണ്ട് കാണാൻ പറ്റാത്തത്. പറഞ്ഞാൽ മനസ്സിലായോ? ഫോർ എക്സാമ്പിൾ ഇന്റർഫറൻസ്, ഡിഫ്രാക്ഷൻ, പോളറൈസേഷൻ, ഇതൊക്കെയെല്ലാം മൈക്രോസ്കോപ്പിക് ഫിനോമിനൻ ആണ്. നമുക്ക് നേക്കഡ് ഐസ് കൊണ്ട് കാണാൻ ഒക്കത്തില്ല. അതിന് നമുക്ക് മൈക്രോസ്കോപ്പ് വേണം. മൈക്രോസ്കോപ്പ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ഇന്റർഫറൻസ് പാറ്റേൺ, ഡിഫ്രാക്ഷൻ പാറ്റേൺ, അല്ലെങ്കിൽ പോളറൈസേഷന്റെ പാറ്റേൺ ഒക്കെ നമുക്ക് ഏകദേശം നമുക്കൊന്ന് നോട്ടീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ക്ലിയർ ആണല്ലോ. അപ്പൊ ഒപ്റ്റിക്സ് എന്ന് വെച്ചാൽ എന്താണ്? ഒപ്റ്റിക്സ് പറയുമ്പോൾ ഒപ്റ്റിക്സ് സ്റ്റഡി ഓഫ് ലൈറ്റ് ആണ്. അതിൽ തന്നെ സ്റ്റഡി ഓഫ് ലൈറ്റ് ആണ് ഒപ്റ്റിക്സ്. അതിൽ തന്നെ റേ ഒപ്റ്റിക്സ് എന്ന് വെച്ചാൽ എന്താ? മാക്രോസ്കോപ്പിക് ഫിനോമിനൻ ഓഫ് ലൈറ്റ്. നേക്കഡ് ഐസ് കൊണ്ട് കാണാൻ പറ്റുന്ന ഫിനോമിനൻ ആണ് റേ ഒപ്റ്റിക്സ്. റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, ടോട്ടൽ ഇന്റർണൽ റിഫ്ലക്ഷൻ ആൻഡ് സോ ഓൺ, ഡിഫ്രാക്ഷൻ, ഡിസ്പേർഷൻ, സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ്, അതെല്ലാം ഇതിനകത്ത് വരും. ഓക്കെ, പിന്നെ വേവ് ഒപ്റ്റിക്സ് മൈക്രോസ്കോപ്പിക് ഫിനോമിനൻ, നേക്കഡ് ഐസ് കൊണ്ട് കാണാൻ പറ്റാത്ത ലൈറ്റിന്റെ ഫിനോമിനൻസ് ലൈക്ക് ഇന്റർഫറൻസ്, ഡിഫ്രാക്ഷൻ, പോളറൈസേഷൻ. ഓക്കെ, അതും ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. അതും നേരത്തെ പറഞ്ഞു 2 ചാപ്റ്ററിൽ നിന്നാണ് 8%. അപ്പൊ 1 ഓഫ് ദി ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ്. അതിൽ റേ ഒപ്റ്റിക്സിൽ സാധാരണ എല്ലാ വർഷവും 3 ക്വസ്റ്റ്യൻസ്, നീറ്റിന് എല്ലാ വർഷവും 3 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. സോ അതാണ് റേ ഒപ്റ്റിക്സിൽ ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ്. റേ ഒപ്റ്റിക്സിൽ എല്ലാ വർഷവും 1 ക്വസ്റ്റ്യൻ. അത് ഫിക്സ്ഡ് അല്ല, അത് മാറിക്കൊണ്ടിരിക്കും. ചില വർഷങ്ങളിൽ റേ ഒപ്റ്റിക്സ് 4 ക്വസ്റ്റ്യൻ വരെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ റേ ഒപ്റ്റിക്സും ഇലക്ട്രോസ്റ്റാറ്റിക്സും പിന്നെ റൊട്ടേഷനും, ഈ 3 ചാപ്റ്റർ ഏറ്റവും ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ്. കാരണം ചില വർഷങ്ങളിൽ ഒരു ഒറ്റ ചാപ്റ്ററിൽ നിന്ന് 4 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 5 ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ച വർഷങ്ങളൊക്കെ ഉണ്ട്. 2017 ഒത്തിരി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ 1 ഓഫ് ദി ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ് റേ ഒപ്റ്റിക്സ്. പിന്നെ വേ ഒപ്റ്റിക്സ്. അപ്പൊ മൊത്തം ഒരു ആവറേജ് 4 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 5 ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, ജെയ്ക്കാണെങ്കിൽ 4% ആണ് വെയിറ്റേജ്. അടുത്തത് ലാസ്റ്റ് ടോപ്പിക് ആണ് നമ്മുടെ മോഡേൺ ഫിസിക്സ്. ഓക്കെ,
മോഡേൺ ഫിസിക്സ് എന്ന് വെച്ചാൽ എന്താണ്? മോഡേൺ ഫിസിക്സ് എന്ന് വെച്ചാൽ റീസെന്റ് ഫിസിക്സ് ആണ്. ഓക്കെ, ഈ ആദ്യത്തെ ഫിസിക്സ് ഏറ്റവും പഴയ ഫിസിക്സ്, ഐസക് ന്യൂട്ടന്റെ സമയത്തുള്ള ഫിസിക്സ് ഒക്കെയാണ് ഈ മെക്കാനിക്സ്, തെർമോഡൈനമിക്സ്, വേവ്സ്, പിന്നെ ഒപ്റ്റിക്സ്, ഇതൊക്കെയെല്ലാം ഐസക് ന്യൂട്ടന്റെ പഴയ ഫിസിക്സ് ആണ്. 1880s സമയത്തുള്ള ഫിസിക്സ് ആണ് ഇത്. മോഡേൺ ഫിസിക്സ് എന്ന് വെച്ചാൽ റീസെന്റ് ഫിസിക്സ് ആണ്. ഈ മറ്റേ ആൽബർട്ട് ഐൻസ്റ്റൈന്റെ സമയത്തുള്ള ഫിസിക്സ് ആണ്. ഇപ്പോഴത്തെ പുതിയ ക്വാണ്ടം തിയറിയൊക്കെ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത ഫിസിക്സ് ആണ് മോഡേൺ ഫിസിക്സ്. ഇതിനകത്ത് നമുക്ക് മൊത്തം 4 ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. ഏതൊക്കെയാ? ഒന്ന് ഡുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ, ആറ്റംസ്, ന്യൂക്ലിയൈ ആൻഡ് സെമി കണ്ടക്ടേഴ്സ്. ഡുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷനും ആറ്റംസും ന്യൂക്ലിയൈ, ഈ ടോപ്പിക് ഏകദേശം നിങ്ങൾ കെമിസ്ട്രിയിലും പഠിക്കും. കാരണം ക്വാണ്ടം ഫിസിക്സിന്റെ ഒരു പ്രത്യേകത, ക്വാണ്ടം ഫിസിക്സിൽ ഫിസിക്സും കെമിസ്ട്രിയും ഒരേപോലെയാണ് വരുന്നത്. കാരണം നമ്മൾ മാറ്ററിനെ പറ്റി പഠിക്കുമ്പോൾ നമുക്ക് കെമിസ്ട്രിയുടെ ആവശ്യമുണ്ട്. അപ്പൊ നമ്മൾ ക്വാണ്ടം ഫിസിക്സിൽ കെമിസ്ട്രിയിലും ഫിസിക്സിലും നമ്മൾ ഒരേപോലെയാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ടോപ്പിക്സ് എല്ലാം നിങ്ങൾ എവിടെ പഠിക്കും? കെമിസ്ട്രിയിലും പഠിക്കുന്നുണ്ട്. ഓക്കെ, സോ ആറ്റംസ്, ന്യൂക്ലിയൈ ഒക്കെ ഓൾറെഡി പഠിക്കും നമ്മൾ. പിന്നെ ഡുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ, ഈ ടോപ്പിക്ക് നമ്മൾ കുറെ കൂടി ഡി ബ്രോഗ്ലി വേവ്സ് എന്താണ്, പിന്നെ ഡുവൽ നേച്ചർ, മാറ്ററിന് ഡുവൽ നേച്ചർ ഉണ്ട്, അതിന് പാർട്ടിക്കിൾ നേച്ചർ ഉണ്ട്, വേവ് നേച്ചർ ഉണ്ട്. അതേപോലെ റേഡിയേഷൻ ഡുവൽ നേച്ചർ ഉണ്ട്, മാറ്റർ നേച്ചർ ഉണ്ട്, പാർട്ടിക്കിൾ നേച്ചർ ഉണ്ട്, വേവ് നേച്ചർ ഉണ്ട്. അതൊക്കെയാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. സോ ഡുവൽ നേച്ചർ ഓഫ് മാറ്റർ, ഇതും ഏറ്റവും ഏകദേശം ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. കാരണം 16%, 4 ചാപ്റ്ററിൽ നിന്ന് കൂടി 16% ക്വസ്റ്റ്യൻസ് വരുന്ന ടോപ്പിക് ആണ്. ഓക്കെ, ഡുവൽ നേച്ചറിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ, ആറ്റംസിൽ നിന്ന് 1 ക്വസ്റ്റ്യൻ, ന്യൂക്ലിയസിൽ നിന്ന് 1 ക്വസ്റ്റ്യൻ. സെമി കണ്ടക്ടേഴ്സ് പറയുമ്പോൾ ഏറ്റവും മോഡേൺ ഫിസിക്സ് ആണ് ഇത്, സെമി കണ്ടക്ടർ. ഓക്കെ, ഏറ്റവും പുതുതായിട്ട് കണ്ടുപിടിച്ച ഫിസിക്സ് ആണ് സെമി കണ്ടക്ടർ. സെമി കണ്ടക്ടറിൽ നമ്മൾ എന്തിനെ പറ്റിയാണ് പഠിക്കുക? ഡയോഡിനെ പറ്റിയൊക്കെ പഠിക്കുന്നത്. ഇലക്ട്രോണിക്സ് ആണ്, ഇലക്ട്രോണിക്കൽ ഡിവൈസ് കണ്ടുപിടിച്ചപ്പം അതിന്റെ ഫിസിക്സ് ആണ് സെമി കണ്ടക്ടേഴ്സ്. അത് നമ്മൾ എന്തൊക്കെ പഠിക്കും? ഡയോഡിനെ പറ്റി പഠിക്കും, ട്രാൻസിസ്റ്റേഴ്സിനെ പറ്റി പഠിക്കും. പിന്നെ ഇപ്പൊ പുതിയ ഫോണൊക്കെ ഇറങ്ങുന്നില്ല, പുതിയ പ്രോസസ്സറൊക്കെ ഇറങ്ങുന്നുണ്ട് അല്ലെ? റൈസന്റെ പ്രോസസ്സർ, ഇന്റലിന്റെ പ്രോസസ്സർ, സൈനോസിന്റെ പ്രോസസ്സർ അല്ലെ? മറ്റേ പല ടൈപ്പ് പ്രോസസ്സർ ഉണ്ട്, മീഡിയ ടെക്കിന്റെ പ്രോസസ്സർ. അതിൽ തന്നെ പല ജെന്നുണ്ട്, ഇന്റൽ i3, ഇന്റൽ i5 5th ജെൻ അല്ലെ, i7 9th ജെൻ. അപ്പൊ ഈ പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി വേറൊന്നുമല്ല. പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ പല ട്രാൻസിസ്റ്ററിനെ ഡയോഡിനെ കൂടി കണക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു പ്രോസസ്സർ കിട്ടുക. ഓക്കെ, അതിന്റെ സീരീസ് കോമ്പിനേഷൻ സർക്യൂട്ട് ആണത്. ഓക്കെ, പല ലോജിക് ഗേറ്റ്സും പല സർക്യൂട്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ നമ്മളതിന്റെ പ്രോസസ്സർ അല്ലെങ്കിൽ IC ചിപ്പ് എന്ന് പറയും, ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് എന്ന് പറയും. ഓക്കെ, സോ അതിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സെമി കണ്ടക്ടേഴ്സിൽ പഠിക്കും. സോ ഏറ്റവും മോഡേൺ, ഏറ്റവും പുതിയ ഫിസിക്സ് ആണ് സെമി കണ്ടക്ടർ. 3 ക്വസ്റ്റ്യൻ എല്ലാ വർഷവും ചോദിക്കുന്നതാണ്, ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ്. ഓക്കെ, ഇതാണ് ഇത് മോഡേൺ ഫിസിക്സ്. അപ്പൊ നമുക്ക് മൊത്തം ഇത്രയും ചാപ്റ്റേഴ്സ് പഠിക്കാറുണ്ട്. ഏതൊക്കെയാ? മെക്കാനിക്സ്, ഹീറ്റ് ആൻഡ് തെർമോഡൈനമിക്സ്, SHM ആൻഡ് വേവ്സ് ഫസ്റ്റ് ഇയറിന്റെ ടോപ്പിക്. സെക്കൻഡ് ഇയർ ഇലക്ട്രോമാഗ്നറ്റിസം, ഒപ്റ്റിക്സ് ആൻഡ് മോഡേൺ ഫിസിക്സ്. ക്ലിയർ ആണല്ലോ? ഇനി ഇത്ര ടോപ്പിക് എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് എക്സ്ട്രാ ഒരു ടോപ്പിക് കൂടി ഉണ്ട്, ബേസിക് മാത്തമാറ്റിക്സ്. ഓക്കെ, ബേസിക് മാത്തമാറ്റിക്സ്. അപ്പൊ നമ്മൾ ഫിസിക്സിന്റെ ടോപ്പിക്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ബേസിക് മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ടോപ്പിക് നമ്മൾ പഠിച്ചിട്ട് വേണം നമ്മൾ ഫിസിക്സിലെ ടോപ്പിക്സിലേക്ക് കയറാൻ. കാരണം നമ്മൾ ആദ്യമേ പറഞ്ഞു മാത്തമാറ്റിക്സ് എന്താ? മാത്തമാറ്റിക്സ് ഇസ് ദ ലാംഗ്വേജ് ഓഫ് ഫിസിക്സ് ആണ്. അപ്പൊ നമുക്ക് മാത്സ് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫിസിക്സിൽ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. ഓക്കെ, ബേസിക് മാത്തമാറ്റിക്സിൽ ആസ് സച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് കുറവാണ്. ചോദിച്ചാൽ തന്നെ 1 ക്വസ്റ്റ്യൻ ചോദിക്കും, അത് വെക്ടേഴ്സിൽ നിന്നായിരിക്കും ചോദിക്കുന്നത്. പക്ഷെ മാത്സിന്റെ ക്വസ്റ്റ്യൻസ് മാത്സ് നമുക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ, ബേസിക് മാത്തമാറ്റിക്സ് നമുക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഫിസിക്സിനെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ പാടായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ ക്വസ്റ്റ്യൻ തന്നാല് അതിനൊരു 75% നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ ബാക്കി ഒരു 25% ഉണ്ടല്ലോ, ലാസ്റ്റ് ഒരു കാൽക്കുലേഷൻ പാർട്ട് ഉണ്ട്. അപ്പൊ കാൽക്കുലേഷൻ പാർട്ട് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിക്കില്ല, അത് നമ്മൾ മാത്സിലാണ് പഠിക്കുന്നത്. അപ്പൊ ആ ഒരു കാൽക്കുലേഷൻ പാർട്ട് കുറച്ചുകൂടി അടിപൊളിയാക്കാൻ വേണ്ടി, കുറച്ചുകൂടി സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബേസിക് മാത്തമാറ്റിക്സ് നമ്മൾ പഠിക്കും. ബേസിക് മാത്തമാറ്റിക്സ് നമുക്ക് 5 ടോപ്പിക്സ് ഉള്ളൂ, ചെറിയ ടോപ്പിക്സ് ആണ്. ഏതൊക്കെയാ? ലോഗരിതം, ട്രിഗ്നോമെട്രി, ഗ്രാഫ്സ്, കാൽക്കുലസ്, വെക്ടേഴ്സ്. അതിന്റെ വെക്ടേഴ്സ് ഫിസിക്സിൽ നമുക്കുണ്ട്, പക്ഷെ മാത്സിന്റെ ടോപ്പിക് ആണ് ആക്ച്വലി. മാത്സിന്റെ കുറെ കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും നമ്മൾ. അപ്പൊ ഇത് മാത്സിന് മൊത്തം നമ്മൾ പഠിക്കുന്നുണ്ട്, ലോഗരിതം തൊട്ട് അവസാനം മൊത്തം പഠിക്കുന്നുണ്ട്. ഫിസിക്സ് നമുക്ക് അത്രയും വേണ്ട, നമുക്ക് ഫിസിക്സിൽ കുറച്ച്, നമുക്ക് ഫിസിക്സിലെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടി വേണ്ട മാത്സ് മാത്രം മതി. അപ്പൊ ഈ കാൽക്കുലസ് എന്ന് പറഞ്ഞാൽ ഡിഫറൻസിയേഷനും ഇന്റഗ്രേഷനും ആണ് അല്ലെ? അപ്പൊ കാൽക്കുലസ് നമ്മൾ മാത്സിൽ ഒത്തിരി പഠിക്കും, അത്രയൊന്നും ആവേണ്ട. നമുക്ക് ഫിസിക്സിലെ കുറച്ച് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടി ബേസിക് ആയിട്ടുള്ള
കാൽക്കുലേഷൻ നമുക്ക് അറിയണമെന്നേ ഉള്ളൂ. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയാവുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോവാം, വലിയ പ്രശ്നമൊന്നുമില്ല. അറിയാവുന്ന ആണെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഓക്കെ, കാരണം മാത്സ് എന്തായാലും പഠിക്കുന്നുണ്ടല്ലോ. പിന്നെ പ്ലസ് ടുവിൽ മാത്സ് പഠിക്കാത്തവര് അല്ലെ മാത്സ് വീക്ക് ആയിട്ടുള്ളവർ എന്തായാലും ഈ ടോപ്പിക് എന്തായാലും പഠിച്ചിട്ടേ ഫിസിക്സിന്റെ ടോപ്പിക്കിലേക്ക് കയറാവുള്ളൂ. ക്ലിയർ ആണ്? ഇപ്പം നമ്മൾ എല്ലാ ചാപ്റ്ററിലും മാത്സ് വരും. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് ഗ്രാഫ്സ്. ഗ്രാഫ് ഒക്കെ എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ വരയ്ക്കും. 1 ഡയമെൻഷൻ മോഷൻ ആണെങ്കിലും 2 ഡയമെൻഷൻ മോഷൻ ആണെങ്കിലും തെർമോഡൈനാമിക്സ്, മാഗ്നറ്റിസം, ഇലക്ട്രോസ്റ്റാറ്റിക്സ്, ഒപ്റ്റിക്സ്, എല്ലാ ചാപ്റ്ററും നമ്മൾ ഗ്രാഫ് വരയ്ക്കും. അപ്പൊ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഗ്രാഫിന്റെ സ്ലോപ്പ് എന്താണ്, ഗ്രാഫിന്റെ സ്ലോപ്പ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ 0 ആണോ, അതിന്റെ ഷേപ്പ് എന്താ, പരാബോള ആണോ സർക്കിൾ ആണോ എലിപ്സ് ആണോ, അല്ലെങ്കിൽ അതിന്റെ ഇക്വേഷൻ എന്താണ്, അപ്പൊ അതൊക്കെയെല്ലാം അറിയണം. അത് ബേസിക് ആയിട്ട് നമുക്ക് അറിയണം. മാത്സ് നമ്മൾ ഒത്തിരി പഠിക്കുന്നുണ്ട്, അത്രയൊന്നും വേണ്ട. ഫിസിക്സിന്റെ ഗ്രാഫിന്റെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ അതിനെ പറ്റി നമ്മൾ പഠിക്കും. സ്ലോപ്പ് എങ്ങനെ കണ്ടുപിടിക്കുന്നതും പിന്നെ അതിന്റെ ഷേപ്പ് നമ്മൾ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, അതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഗ്രാഫ് എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ബാക്കി ടോപ്പിക് സ്കിപ്പ് ചെയ്താലും ഗ്രാഫ് എന്തായാലും നിങ്ങൾ പഠിക്കണം. ക്ലിയർ ആണല്ലോ? ബാക്കി ലോഗരിതം, ട്രിഗ്നോമെട്രി ബേസിക് ആയിട്ട് നമ്മൾ പഠിക്കും. കാൽക്കുലസ് നമ്മൾ കുറച്ച് പഠിക്കും. വെക്ടേഴ്സ് നമ്മൾ കുറച്ച് പഠിക്കും. ക്ലിയർ ആണ്? ഇതാണ് നമ്മൾ ബേസിക് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണ്? കാരണം ബേസിക് മാത്തമാറ്റിക്സ് ഇല്ലെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ ഭയങ്കര പാടായിരിക്കും. പിന്നെ ലാസ്റ്റ് ഒരു അഡീഷണൽ ആയിട്ട് ഈയിടെ ആഡ് ചെയ്തൊരു ടോപ്പിക് ഉണ്ട്, എക്സ്പെരിമെന്റൽ ഫിസിക്സ്. ഓക്കെ, പണ്ട് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നില്ല. ഒരു 2018-19 തൊട്ടാണ് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാൻ തുടങ്ങിയത്. അപ്പൊ എക്സ്പെരിമെന്റൽ ഫിസിക്സിൽ ചോദിക്കുന്നത് എന്തൊക്കെയാ, വെർനിയർ കാലിപ്പർ, സ്ക്രൂ ഗോജ്, അല്ലെങ്കിൽ ഈ സോണോമീറ്റർ, അല്ലെങ്കിൽ റെസൊണൻസ് ട്യൂബ്, ഇങ്ങനത്തെ ടോപ്പിക്കിൽ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ, അത്രയും ഡിഫിക്കൽട്ട് ഒന്നും അല്ല. ജസ്റ്റ് എക്സ്പെരിമെന്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കുവാണെങ്കിൽ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഒരു ക്വസ്റ്റ്യൻ എല്ലാ വർഷവും ചോദിക്കുന്നതാണ്. ഓക്കെ, ചിലപ്പോൾ ചോദിക്കാറുണ്ട്, ചില വർഷങ്ങൾ ചോദിക്കാറുമില്ല. അപ്പൊ നമുക്ക് ഉറപ്പില്ല. എന്തായാലും നമുക്കിത് പഠിക്കണം. കാരണം ഈസി ടോപ്പിക് ആണ്, നമുക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റിയ ടോപ്പിക്. അപ്പൊ വെർനിയർ കാലിപ്പർ, സ്ക്രൂ ഗേജ് ആണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്. പിന്നെ വേറെ ടോപ്പിക്സ് ഉണ്ട്, ലൈക് സോണോമീറ്റർ, പിന്നെ ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡ്, നമ്മൾ റേ ഓപ്റ്റിക്സിൽ വരുന്ന ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡ്, റെസൊണൻസ് ട്യൂബ്, അങ്ങനത്തെ കുറെ ടോപ്പിക് ഒക്കെയാണ്. ഇതാണ് നമ്മുടെ ഫിസിക്സിന്റെ മുഴുവനും ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ കാര്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, മനസ്സിലായല്ലോ? ഫിസിക്സ് നമുക്ക് മൊത്തം 6 ടോപ്പിക്സ് ഉണ്ട്. മെക്കാനിക്സ്, സ്റ്റഡി ഓഫ് മോഷൻ, heat and thermodynamics, study of heat, SHM and waves, study of oscillation and different types of waves, electromagnetic, study of charge, പിന്നെ optics, study of light, പിന്നെ modern physics, study of എന്താണ് നമ്മുടെ ആ ഡുവൽ നേച്ചറും ക്വാണ്ടം ഫിസിക്സ് ആണ് എന്ത് മോഡേൺ ഫിസിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ടോപ്പിക്കിൽ നിന്ന് നമുക്ക് 50 ക്വസ്റ്റ്യൻ നീറ്റിനും 30 ക്വസ്റ്റ്യൻ ഫിസിക്സിൽ ചോദിക്കും. 30 ക്വസ്റ്റ്യൻ ജെയ്ക്കും ചോദിക്കും. അതിൽ നീറ്റിനാണെങ്കിൽ 45ഉം മറ്റേ ഇതിനാണെങ്കിൽ ജെയ്ക്കാണെങ്കിൽ 25 അറ്റൻഡ് ചെയ്താൽ മതി. ക്ലിയർ ആണല്ലോ? അപ്പൊ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ അടുത്ത വീഡിയോ തൊട്ട് നമ്മൾ ഇനി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ തന്നെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഓർഡറിൽ തന്നെ നമ്മൾ പോകുന്നത്. ഓക്കെ, ആദ്യം നമ്മൾ ബേസിക് മാത്തമാറ്റിക്സ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. അതിന് ലോഗരിതമിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, അപ്പൊ അത് കണ്ടാൽ മതി. ട്രിഗ്നോമെട്രി തൊട്ടായിരിക്കും നമ്മുടെ നെക്സ്റ്റ് വീഡിയോ. ട്രിഗ്നോമെട്രി, പിന്നെ നമ്മൾ ഗ്രാഫ്, പിന്നെ കാൽക്കുലേഷൻ തന്നെ ഡിഫറൻസിയേഷൻ, ഇന്റഗ്രേഷൻ, പിന്നെ വെക്ടേഴ്സ്. പിന്നെ ഒരു ചാപ്റ്റർ പറയാൻ വിട്ടുപോയി, യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻ ചാപ്റ്റർ ആക്ച്വലി ഈ 6 കാറ്റഗറിയിൽ വരാത്തൊരു ടോപ്പിക്കാണ്. അത് ബേസിക് മാത്തമാറ്റിക്സ് പോലെ തന്നെയാണ്. നമ്മൾ ബേസിക് ഫിസിക്സിനെ കുറച്ച് ടേംസ് മാത്രമേ പഠിക്കുന്നുള്ളൂ. അതായത് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ എന്താണ്, വെക്ടേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്, സ്കെയിലർ ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ എന്താണ്, ഡയമെൻഷൻ എന്ന് വെച്ചാൽ എന്താണ്, യൂണിറ്റ്സ് എന്ന് വെച്ചാൽ എന്താണ്. ഓക്കെ, സോ അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻ പഠിക്കുന്നത്. ബേസിക് ചാപ്റ്റർ ആണ്, വേറെ 6 കാറ്റഗറിയിൽ വരാത്ത എക്സ്ട്രാ ആയിട്ട് പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ്. ഓക്കെ, യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻ. സോ ഇതേ ഓർഡറിലായിരിക്കും നമ്മൾ വീഡിയോ അങ്ങോട്ട് അപ്ലോഡ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? സോ നമുക്ക് നോക്കാം. സോ താങ്ക് യു, ബൈ.